സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ സന്തോഷമുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഏകദേശം ഒരു മാസമായിട്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ നടത്തിയിട്ട് അതിന്റെ അണുരണങ്ങൾ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് വരും എന്നുള്ളത്, എപ്പോൾ വരും, എന്ന് വരും എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇന്നലെ അതിന്റെ റിസൾട്ട് വന്നു. അത് ഇന്ന് കേരളത്തിൽ എസ്പെഷ്യലി നമ്മൾ ഈ ദാവാ രംഗത്ത് ഇതുപോലുള്ള ഇൻഡിവിജ്വൽ എഫേർട്ടുകളെക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ സ്ട്രോങ് ആയി ദാവാ പ്രവർത്തനം നടത്തുന്നത് അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞൊരു ടീമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾ നീണ്ടുപോയപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള അവരുടെ ഏറ്റവും വലിയ ആർഗ്യുമെന്റ് ആയിരിക്കുന്ന പ്രിസർവേഷൻ ഓഫ് ഖുറാൻ എന്നുള്ള വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇതിനൊരു മറുപടി പറയാൻ പോലും എതിർപക്ഷം ഒരു മാസം എടുത്തു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ഏകദേശം 14 നൂറ്റാണ്ടുകളായിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പോലും താല്പര്യമില്ലാതിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ അവർ എത്തിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും, ഞങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഇതൊരു വലിയ വിജയമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഞാനതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് തെളിവുകൾ നിരത്തുന്നു ഖുറാന്റെ അത്ഭുത സംരക്ഷണം, പ്രിസർവേഷൻ ഓഫ് ഖുറാൻ എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം. ദാവാക്കാര് നിർബന്ധിതരായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു മറുപടി തരാൻ. ദാവക്കാര് നിർബന്ധിതരായിരിക്കുക. കേവലം നിർബന്ധരായെന്ന് മാത്രമല്ല, ഇത് ദാവയ്ക്ക് പലതരം മറുപടികളുണ്ട്. ഇപ്പൊ ഒരു ഹാർഡ് കോർ ഓഡിയൻസിന് വേണ്ടി ഒരു മറുപടി ഉണ്ട്. അതുകൂടാതെ കുറച്ച് പഠിച്ച ആൾക്കാർക്ക് വേണ്ടി ഒരു മറുപടി ഉണ്ട്. കുറച്ച് അധികം പഠിച്ച ആൾക്കാർക്ക് വേണ്ടി മറുപടി ഉണ്ട്. പണ്ഡിതന്മാർക്ക് വേണ്ടി മറുപടി ഉണ്ട്. ഇങ്ങനെ പല മറുപടികളാണ് ദാവയ്ക്കുള്ളത്. ഇപ്പൊ നിങ്ങൾ ഖുറാന്റെ അവതരണത്തിലും ഖുറാന്റെ പഠനത്തിലും ഇതേ ഡിവിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സാധാരണക്കാരായിരിക്കുന്ന ചിതറിപ്പോയിരിക്കുന്ന ദാവാ കുഞ്ഞുങ്ങൾക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിനുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊലിപ്പുറത്തെ മറുപടിയാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന വലിയ തെളിവുകൾക്ക് തൊലിപ്പുറത്തുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഈ തൊലിപ്പുറത്തെ മറുപടി കൊടുത്ത് ഇവർ ഒഴിവാക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ഇത് തൽക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. നമുക്കറിയാം. അപ്പൊ ഈ മറുപടി ഇവര് പറഞ്ഞിരിക്കുന്ന നുണകൾ ഓരോ 10 സെക്കൻഡിലും ഓരോ നുണ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ 10 സെക്കൻഡിലും ഓരോ നുണ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വ്യവച്ഛേദിച്ച് പറഞ്ഞ്, കാരണം ഈ ഇത്രയും ദിവസം നമ്മൾ നിഴലിനോട് യുദ്ധം ചെയ്യുക. ഇത് ഇങ്ങനെ ഒരു ക്ലെയിം ഇസ്ലാമിനുണ്ടെന്നോ, ഖുറാനെ പറ്റി ഇങ്ങനെ ഒരു ക്ലെയിം ദാവാ പ്രവർത്തകർ പറയുന്നുണ്ടെന്നോ കേരളത്തിൽ സംസാരിക്കാൻ ഇന്ന് ധൈര്യമുള്ള ആളുകൾ കുറവാണ്. അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഇപ്പോൾ അൺമാസ്കിംഗ് അനോമലി എന്ന് പറയുന്നത്. ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നവരാണ്. അവര് ഇവിടെ നിന്ന് വളർന്ന് വലുതായി ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നവരുമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അവരൊരു ഏകദേശം 45 മിനിറ്റ്സ് ഉള്ളൊരു വീഡിയോ ചെയ്തതിൽ ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയും. ഈ വിഷയം അത്ര എക്സ്റ്റെൻസീവായിട്ട് ചുരുങ്ങിയത് ഒരു 20-ലധികം വീഡിയോ ഈ വിഷയത്തിൽ വളരെ ആധികാരികമായിട്ടുള്ള ഡോക്യുമെന്റുകൾ വെച്ച് നമ്മൾ പറഞ്ഞിട്ട് ഒരു 40 മിനിറ്റ്സിലെങ്കിലും നിങ്ങൾക്ക് ഒരു മറുപടി പറയാൻ തോന്നിയതിൽ, കാരണം ആ 40 മിനിറ്റ്സ് മതിയാകും ഇസ്ലാമിന്റെ ആശയ പൊള്ളത്തരം എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇസ്ലാമിന്റെ ആശയ മണ്ടത്തരത്തിന്റെ അല്ലെങ്കിൽ ആശയ രാഹിത്യത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിലവിലുള്ളത്. അപ്പൊ ഞാനത് തുടക്കം തന്നെ ഒന്ന് കേൾപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ കേൾപ്പിക്കുമ്പോൾ ഇത് കേൾക്കാമോ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. ഈ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു
തംസ് അപ്പ് പോലെ വരും. ഓക്കെ, ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകാം. റെഡി, 1 2 3 ഗോ. എല്ലാവർക്കും UAEയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖുർആൻ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അതോ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലയോ? എങ്ങനെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നോക്കാൻ പോകുന്നത് ഖുർആൻ പ്രിസർവേഷൻ വിഷയമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, ഖുർആനിന് കൃത്യമായിട്ടുള്ള സനദില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇസ്ലാമോഫോബ്സ് ആയിട്ടുള്ള ആളുകൾ, മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അത് കുറച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോ ആണ്. അതിന് കാരണം നമ്മളെ കൊണ്ട് ഒരിക്കലും എന്തായാലും ഈ വിഷയം നിങ്ങൾ അവരുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടോ. അതായത് നിങ്ങൾ ആ യൂട്യൂബിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്താലേ അത് വർക്ക് ചെയ്യുന്നുണ്ടോ പ്ലീസ്, കാരണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ കേട്ടത് ഇസ്ലാമിനെ എതിർക്കുന്നവരെല്ലാം ഇസ്ലാമോഫോബുകളാണെന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും, ഒന്നുകൂടെ കേൾക്കണം. ഇസ്ലാമിനെ എതിർക്കുന്നവരെല്ലാം ഇസ്ലാമോഫോബാണെന്നാണ് പറയുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, ഖുർആനിന് കൃത്യമായിട്ടുള്ള സനദില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇസ്ലാമോഫോബ്സ് ആയിട്ടുള്ള ആളുകൾ, മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക? ഇത് ഇസ്ലാമ ദാവ പ്രവർത്തകരുടെ വലിയൊരു അവകാശവാദമാണ്. ഇസ്ലാമിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെല്ലാം ഇസ്ലാമോഫോബുകളാണ്. ഇസ്ലാമിനെതിരെ നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചാൽ, ഇപ്പോ നമ്മളൊക്കെ ഇസ്ലാമോഫോബുകളാണ്. ഞാൻ ഇസ്ലാമോഫോബാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു സാധുവായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹം ഇവിടെ വന്നു. നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ എന്താണ്, ഇത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിരിക്കുന്ന ഫാത്തിഹ ഓതി കിഴക്കോട്ട് നോക്കി കിടക്കുന്ന വിശ്വാസികളായ ആൾക്കാർക്കുള്ള, അല്ലെ ഇത് ഇന്റലക്ച്വൽ ആയ ഒരു ഡിബേറ്റ് ആണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് നമ്മൾ. ഇസ്ലാമിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് ആശയപരമായിട്ട് സംവദിക്കാൻ കഴിവുള്ളവരെ മാത്രമേ യൂട്യൂബ് ലൈവിൽ ഇല്ലല്ലോ പറയുന്നത്, യൂട്യൂബ് ലൈവിൽ കാണുമോ? ഓക്കെ, ആശയപരമായിട്ട് സംവദിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ വിഷയം സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കണ്ടത്. കാരണം നമ്മൾ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അത് ഇസ്ലാമോഫോബിയാണ്. അപ്പൊ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ യേശുക്രിസ്തു ദൈവമല്ല എന്നും ഞങ്ങളുടെ വചനം ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും രാവിലെയും വൈകുന്നേരവും പറയുന്ന നിങ്ങൾ ക്രിസ്ത്യൻ ഫോബിയ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരയുന്നുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഫോബുകൾ എന്ന് പറഞ്ഞൊരു ഇതൊരു ഗതികേടാണ് ഇസ്ലാമിന്റെ. വേറെ എല്ലാ മതങ്ങളെയും നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ ഈ ഫൗൾ ക്രൈ ആണ്. മനസ്സിലായി? ഇത് ഇസ്ലാമിന്റെ ഒരു ഗതികേടാണ്, വളരെ വലിയൊരു ഗതികേടാണ്. ഞാനിത് ഒരു കാര്യത്തിൽ നിങ്ങളോട് ഞാൻ സന്തോഷമുള്ളവനാണ്. കാരണം ഈ വിഷയം ആനുകാലികമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇന്ന് ഇസ്ലാമിക ലോകത്ത് ദാവ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ദാവ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോ നിങ്ങൾ ഈ വിഷയത്തില് ഇവരുടെ വാദങ്ങൾ അല്പം കൂടെ തുടർന്ന് കേൾക്കാം എന്ന് വിചാരിക്കുക. എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഞാനിത് മുഴുവൻ വീഡിയോ ഇന്ന് കേൾക്കാം, കുറച്ചധികം വീഡിയോസ് ആയിട്ട് നമുക്ക് ഇതിന്റെ മറുപടി, കാരണം അതിന് മാത്രം മണ്ടത്തരങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചിട്ട്. നമുക്കത് തുടർന്ന് കേൾക്കാം സാധിക്കും. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോ ആണ്. അതിന് കാരണം നമ്മളെ കൊണ്ട് ഒരിക്കലും എന്തായാലും ഈ വിഷയം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല, അല്ലെ? കാരണം ഇത് അത്രത്തോളം വലിയൊരു ഇൻഫർമേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. ഒരു വീഡിയോ കൊണ്ട് തീരില്ല, 2 വീഡിയോ കൊണ്ട് തീരില്ല, 10-20 വർഷം കൊണ്ടും തീരില്ല. അത്രത്തോളം ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രം. 20 വർഷം കൊണ്ട് ഈ വീഡിയോ തീരില്ല എന്നാണ് പറയുന്നത്. 10 വർഷം കൊണ്ട് തീരില്ല, 20 വർഷം കൊണ്ടും തീരില്ല. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഖുറാൻ വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ പ്രിസർവ്ഡ് ആണെന്നുള്ള വാദം 10 വർഷം കൊണ്ടും തീരില്ല, 20 വർഷം. ഇതേ പറയുന്ന ഈ ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെന്റ്സുകൾ വളരെയധികം ഉണ്ട്. വളരെയധികം ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെന്റ്സ് ഇദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, എന്താണ് ഖുറാൻ സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ചരിത്രപരമായിട്ട് തെളിയിക്കാൻ ഒറ്റ ആർട്ടിക്കിൾ പോരെ? ഖുറാൻ ചരിത്രപരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ സനതുണ്ട്, അത് മുത്തുവാത്തിറാണ് എന്ന് തെളിയിക്കാനായിട്ട് ഒറ്റ ആർട്ടിക്കിൾ മതി. വേറൊരു ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഈ ക്ലെയിം അദ്ദേഹം പറയാണ് 20 വർഷം എടുത്താലും ഇത് തെളിയിക്കാൻ ഇത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. ഇതാണ് ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. മുമ്പോട്ട് കേട്ടോളൂ.
അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് 10, 20, 30 വർഷമൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തിയിട്ടുള്ള കേംബ്രിഡ്ജ് പോലെയുള്ള യൂണിവേഴ്സിറ്റിക്കകത്തൊക്കെ റിസർച്ച് നടത്തിയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളുടെ ഇൻഫർമേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലാതെ ഇതിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കകത്ത് കാണുന്ന ഇൻഫർമേഷൻസ് അല്ല എടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ അല്ല പോലും. വാട്സപ്പിൽ ജീവിച്ച് വാട്സപ്പിൽ മരിക്കുന്ന ഒരു തരം ജീവികളുണ്ട്, താവാ ജീവികളാണ്. അവരെടുക്കുന്ന ഇൻഫർമേഷൻ മുഴുവൻ ഇപ്പൊ എടുക്കുന്ന പുതിയ വാട്സപ്പിന് വരാണ്ട് ഇപ്പൊ ജെമിനി അറിയാം. ജെമിനി എടുത്താലോ? അപ്പൊ ആരാണ് ഈ യഥാർത്ഥ ടെക്സ്റ്റുകളിലേക്ക് പോകാതെ പുറത്ത് മാത്രം വിമർശിക്കുന്നതെന്നും പുറത്ത് മാത്രം പഠിക്കുന്നതെന്നും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആരാണ് ഇത് ചെയ്യുന്നത്? വാട്സപ്പിലാണോ? നമ്മൾ കൊടുക്കുന്ന തെളിവുകൾ വാട്സപ്പിൽ നിന്നാണോ? ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 20ഓളം വീഡിയോകൾ ഈ വിഷയത്തിൽ ചെയ്തത് വാട്സപ്പിൽ നിന്നല്ല സുഹൃത്തെ. നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആധികാരികമായ പണ്ഡിതന്മാരെയാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കോട്ട് ചെയ്ത് കഴിയുമെങ്കിൽ അത് സ്ക്രീനിൽ കാണിച്ച് തെളിവുകൾ കൃത്യമായിട്ട് പവർ പോയിന്റ് സ്ലൈഡ് ഉണ്ടാക്കി കാണിച്ചിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എത്രത്തോളം പെരിഫറൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ഇനി വാദിക്കാൻ പോകുന്നത്, തുടർന്ന് കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം വാദിക്കാൻ പോകുന്നത് ഖുറാനില് പണ്ഡിതന്മാർ തമ്മിൽ ഏകാഭിപ്രായമായിരുന്നു, അത് ഇജുമയുണ്ടായിരുന്നു, ഖുറാൻ മുത്തുവാത്തരായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ തുടർന്ന് കേൾക്കാം. ഇതുവരെ ഈ കണ്ടന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വിമർശിക്കുന്നവർ ഇസ്ലാമോഫോബുകളാണ്. രണ്ടാമത് ഇങ്ങനെ വിമർശിക്കുന്നവർ വാട്സപ്പിൽ നിന്നാണ് തെളിവുകൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. ഒരല്പം ഒരു ഉളുപ്പ് ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കാം. ഖുർആൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഖുർആന്റെ പ്രിസർവേഷൻ അല്ലേ? അപ്പോൾ ഖുർആന്റെ പ്രിസർവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് ഖുർആൻ എന്ന് അറിയണം. അതറിയാതെ പ്രിസർവേഷനിലേക്ക് കടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഡെഫിനേഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഈ ഡെഫിനേഷൻ അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരും അംഗീകരിക്കണം എന്നില്ല. മനസ്സിലായോ? കാരണം അത് മുസ്ലിങ്ങളുടെ ഡെഫിനേഷനാണ്. ആ ഡെഫിനേഷൻ എങ്ങനെ വരുന്നത്? പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായിട്ടുള്ള ദൈവം, ആ ദൈവത്തെ അറബിയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു. ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ അറബിയിലുള്ള സംസാരം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ശിഷ്യന്മാർ പിന്നീട് ഒരുപാട് ചെയിനിലൂടെ ഒരുപാട് ശിഷ്യന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മുസ്ഹഫ് രൂപത്തിൽ, എഴുത്ത് രൂപത്തിൽ, ഗ്രന്ഥരൂപത്തിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഖുർആൻ എന്ന് ഇതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നരേറ്റീവ് സിൻ എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ അറബിയിലുള്ള ശബ്ദം അദ്ദേഹം ജിബ്രീൽ എന്ന ദൂതനിലൂടെ മുഹമ്മദ് നബിക്ക് എത്തിച്ചു. അത് മുഹമ്മദ് നബി തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് എഴുതി. ഇത് അനേക ചങ്ങലകളിലൂടെ വലിയ മുത്തുവാത്തറായിട്ടുള്ള ലൈനിലൂടെ അദ്ദേഹം അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തി. പ്രവാചകൻ അന്ന് കിട്ടിയ അതേ സന്ദേശം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇതിനെയാണ് നമ്മൾ കണ്ടോ, ഇത് വളരെ സന്തോഷം. ഇതാണ് സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നരേറ്റീവ്. സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നരേറ്റീവ് ആണ് നിങ്ങൾ ഈ കേട്ടത്. അള്ളാഹുവിന്റെ അറബിയിലുള്ള ശബ്ദത്തെ നമ്മൾ പ്രവാചകന് ജിബ്രീൽ വഴി കിട്ടി. അത് അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് എഴുതി വെച്ചു. അത് ഇന്ന് നമുക്ക് അനേക ആളുകൾ കൂടെ അനേക തലമുറ കൈമാറി അത് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ വാദം. കേട്ടല്ലോ? പറയുന്നത് ഇതിൽ രണ്ട് ഭാഗമാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ അറബിയിലുള്ള സംസാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം. ഈ ഒരു ഭാഗം നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുക? ഈ ഭാഗം നമുക്ക് എങ്ങനെ ഈ ഡെഫിനേഷൻ നമുക്ക് ഒന്ന് തെളിയിക്കാൻ സാധിക്കും? അതിന് ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, പല ആളുകളോടും പല രീതിയിൽ നമ്മളത് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഒരു നെസസറി എക്സിസ്റ്റൻസിൻ്റെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന വിഷയമാണ് ഒന്നാമത്തെ വിഷയം വരുന്നത്. പിന്നീട് ആ ദൈവത്തിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വില്ലുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകാൻ യോഗ്യനാണോ? ദൈവത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കുന്നൊരു പ്രശ്നമുണ്ടോ? തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നീട്
ഈ ഒരു കാര്യങ്ങൾ ഇത്തരം അള്ളാഹുവിൻ്റെ എക്സിസ്റ്റൻസും അതുമായി ബന്ധ ആട്രിബ്യൂട്ട്സ് എല്ലാം നോക്കിയിട്ടാണ്, അതാണ് ഫസ്റ്റ് ഭാഗത്ത് വരുന്നത്. അതിൽ ഒരു ഏത്തിയസ്റ്റ്, ഒരു ക്രൈസ്തവൻ തുടങ്ങിയ പല ആളുകളോട് സംസാരിക്കും, പല രീതിയിലേക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകണം. രണ്ടാമത്തെ പ്രാഥമികമായിട്ട് പറയട്ടെ, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തർക്കമില്ല. കാരണം അത് ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡ് നരേറ്റീവ് ആണ്. അത് നമുക്ക് ഫോൾസിഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ എടുക്കുന്നത് ഫോൾസിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ പ്രവാചകനെ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ക്രിസ്ത്യാനികള് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധന്മാര് ബുദ്ധനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ജൈന മതക്കാര് അവരുടെ വിശ്വാസം വിശ്വസിക്കുന്നു, അത് ഏറ്റുപറയുന്നു. ഇതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊന്നും ഫോൾസിഫൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഫോൾസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, അത് നമുക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ തീരുമാനമാണ്. പക്ഷെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ക്ലെയിംസിന്, ഫോർ എക്സാമ്പിൾ, പ്രവാചകന് മുഹമ്മദ് നബിയിൽ കൂടെയാണ് വഹി കിട്ടിയതല്ലേ, ഇത് നമുക്ക് ഒരു കാരണവശാലും ഫോൾസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആരും ഈ പ്രവാചകൻ ജിബ്രീലിനോട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല. അപ്പോ ഇത് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു കാരണവശാലും തർക്കിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എതിരില്ല അഭിപ്രായം. കാരണം ഇത് ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ്, പാർസി മതക്കാർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസമാണ്. ഈ കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പോയിന്റ് നമ്പർ 1 ഞങ്ങൾ അതുപോലെ തന്നെ വിടുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയേക്കാം. പറയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യന്മാർക്ക് എത്തിച്ചു കൊടുത്തു. ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും പിന്നീട് അത് നമ്മളിലേക്ക് വ്യത്യസ്ത ഒരുപാട് മുത്തവാത്തറായിക്കൊണ്ട് മൾട്ടിപ്പിൾ ചെയിനിലൂടെ നമ്മളിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ ഇന്ന് ഈ ഭാഗം കൊണ്ട് ഇവിടെ തൽക്കാലം നിർത്തിയ. ഓക്കെ, കാരണം ഇത് ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നമാണ്. ഞാൻ ഏകദേശം 3 മിനിറ്റ് താഴെയാണ് ഈ വീഡിയോ കേൾപ്പിച്ചിട്ടുള്ളൂ. കാരണം ഇത് 40 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ എടുത്താൽ അത് അവരുടെ വീഡിയോ മാർക്കറ്റ് ചെയ്തു എന്ന് പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്? ഞാൻ പറഞ്ഞല്ലോ, പോയിന്റ് നമ്പർ 1, നമുക്കെന്നല്ല ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നോൺ ഫോൾസിഫയബിൾ ക്ലെയിംസ് എന്ന് പറയും. ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയാണ് ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയാണ്. അത് അവരുടെ വിശ്വാസമാണ്. യേശു ക്രിസ്തു മരിച്ചവരൊന്ന് ഉയർത്തെഴുന്നേറ്റു. ചരിത്രപരമായിട്ട് ധാരാളം തെളിവുകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ അൾട്ടിമേറ്റ്ലി വരുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം, അല്ലെ, ഇബ്രാഹിം ലേഖനം എന്ന് പറയുന്ന ബൈബിളിലെ ലേഖനം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് കാണാൻ കഴിയാത്ത പക്ഷെ നമുക്ക് നിശ്ചയമുള്ള, വിശ്വാസികളായ ഞങ്ങൾക്ക് നിശ്ചയമുള്ള കാര്യങ്ങളെയാണ് ഞങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസത്തെയും നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. പക്ഷെ ബാക്കി രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഈ ക്ലെയിം, ഇത് ഇജ്മാ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത് പൊതുസമ്മതമായിട്ട് മുത്തുവാത്തരായിട്ട് പകർന്നതാണോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അവിടെ എന്ത് തെളിവാണ് ഇവര് കൊടുത്തിരിക്കുന്നെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്റെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കാം. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്രയും ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഖുറാൻ മുഹമ്മദ് നബിക്ക്, ഞാൻ അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റിന് ഒന്ന് കൺസൈസ് ആയിട്ട് പറയാം. ഖുറാൻ എന്ന് പറയുന്നത്, ഇന്ന് ലഭ്യമായ ഖുറാൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ലഭിച്ച് അതേ രൂപത്തിൽ ഒരക്ഷരം പോലും മാറാതെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? അതായത് പ്രവാചകൻ എന്ത് സന്ദേശം കിട്ടിയോ അത് മുത്തുവാത്തറായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആധികാരികമായ 3 മിനിറ്റിനാണ് ഞാൻ ആൻസർ പറയുന്നത്. ശേഷം 41 മിനിറ്റിലെ മണ്ടത്തരങ്ങൾ പിന്നാലെ വരും. അപ്പൊ നമ്മൾ ഈ 3 മിനിറ്റ് മാത്രം എടുത്തത് അതിനൊരു കോപ്പിറൈറ്റിന്റെ ക്ലെയിം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്നാൽ ഇസ്ലാമിക് ചരിത്രത്തിലെ ഏറ്റവും ആധികാരികമായ പ്രാഥമിക സ്രോതസ്സുകൾ പരിശോധിക്കുമ്പോൾ ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഖുറാന്റെ ഔദ്യോഗിക ക്രോഡീകരണത്തിനെതിരെ കൃത്യമായിട്ട് കടുത്ത വിയോജിപ്പുകൾ, കറപ്ഷൻ ആർഗ്യുമെന്റും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഞങ്ങളുടെ ആദ്യത്തെ മറുപടി? പോയിന്റ് നമ്പർ 1, ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ
അതായത് ഈ ഖുറാൻ കമ്പൈൽ ചെയ്ത അതേ സമയത്ത് തന്നെ വിതിൻ ഫ്യൂ ഇയേഴ്സ് ടൈം ഖുറാന്റെ ഔദ്യോഗിക ക്രോഡീകരണത്തിനെതിരെ, അടുത്ത തലമുറയിലോട്ടുള്ള മുത്തവാത്തിർ നമ്മൾ പിന്നാലെ പരിശോധിക്കും, ഔദ്യോഗിക ക്രോഡീകരണത്തിനെതിരെ പ്രമുഖരായ സഹാബികളും ഈവൻ കുടുംബാംഗങ്ങളും കടുത്ത വിയോജിപ്പുകളും മാറ്റം വരുത്തൽ, അതായത് കറപ്ഷൻ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കാം. മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ, അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ഖുറാൻ കമ്പൈൽ ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ ഖുറാൻ സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെയാണ് അതിന് കാരണമായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വിഷയം നിങ്ങളിൽ പലർക്കും അറിയാം, ഇതൊരു പുതിയ വിവരമായിട്ട് ഞാൻ പറയുന്നില്ല. അബൂബക്കറിന് ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബൂബക്കർ എന്നാണ്. അതായത് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ മകനും ആയിഷയുടെ അർത്ഥ സഹോദരനും ആയിരുന്ന മുഹമ്മദ് ബിൻ അബൂബക്കർ ഉസ്മാന്റെ ഭരണത്തിനെതിരെ ഈജിപ്തിൽ നിന്ന് വന്ന വിമതരുടെ പ്രധാന നേതാവായിരുന്നു ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ അബൂബക്കർ. അതായത് നിങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായിരിക്കുന്ന അബൂബക്കറിന്റെ മകൻ മുഹമ്മദ്. ഈ മുഹമ്മദ് ഉസ്മാനെ വധിക്കാൻ കോൺസ്പയർ ചെയ്ത അല്ലെങ്കിൽ ഗൂഢാലോചന ചെയ്ത സംഘത്തിലെ പ്രധാനിയായിരുന്നു. ഈ ഇജ്മയുടെ കാര്യമായിട്ടാ ഞാനീ പറഞ്ഞു. ഇജ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്താണ്. ഞാനത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പറയാം. അപ്പൊ ഉസ്മാന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അബൂബക്കർ ഉസ്മാന്റെ താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയത് നമുക്ക് ക്ഷമിക്കാം. പക്ഷെ ആ പോയ വഴിക്ക് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ആട്ടിൻതാടി പിടിച്ച് ഉസ്മാനെ വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോൾ അബൂബക്കറിന്റെ മകൻ പറഞ്ഞ ആരോപണം ഞാൻ പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മാറ്റി സ്ഥാപിച്ചു, അഥവാ ബദലാക്കി, അത് മാറ്റി പരിഷ്കരിച്ചു, അല്ലെങ്കിൽ അത് വ്യത്യാസപ്പെടുത്തി, ഹേ നത്തുത്വൽ. ഇവിടെ ഉസ്മാനെ വിളിക്കാൻ ഉപയോഗിച്ച ഈ നത്തുത്വൽ എന്ന പദം അക്കാലത്ത് ചില പ്രായമുള്ള വിഡ്ഢികളെ അല്ലെങ്കിൽ മടയന്മാരെ വിളിക്കാൻ, അല്ലെങ്കിൽ പലപ്പോഴും ജൂതനെ വിളിക്കാൻ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ ആൾക്കാര് ഒരു ജൂതനായ ഒരു വിഡ്ഢിയെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു നത്വൽ. എന്തായിരുന്നു ആരോപണം? എന്തായിരുന്നു? ഉസ്മാനെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് ഈ ഖുറാൻ ഇദ്ദേഹം ഉണ്ടാക്കി ഈ ഖുറാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉസ്മാൻ കൊല്ലപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നീ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മാറ്റി സ്ഥാപിച്ചു. ഖുറാൻ തിരുത്തപ്പെട്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് ക്രിസ്ത്യാനികളല്ല. ഖുറാൻ തിരുത്തപ്പെട്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് ഈ അബൂബക്കറിന്റെ സ്വന്തം മകനാണ്. ആദ്യമല്ല ഞാൻ പറഞ്ഞത്, ഇത് പിന്നാലെ വരുന്നതാണ്. ഓരോരുത്തരായിട്ട് ഞാൻ എടുക്കാം. ഇവരെല്ലാം മുത്തുവാത്തിറായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഗ്രന്ഥത്തെ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ നീ മാറ്റി സ്ഥാപിച്ചു, ബദലാക്കി എന്ന് പറഞ്ഞത് അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കറാണ്. അതായത് ഈ ഉസ്മാനെ വിളിച്ചത് നത്വൽ. ഇനിയിപ്പോ അറബി കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അതിന്റെ അർത്ഥം ചെറു പ്രായമുള്ള ഒരു മണ്ടൻ, ഒരു പൊട്ടൻ എന്ന്. അതായത് 1-ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ ഒരു സഹാബിയുടെ മകൻ, ഖലീഫയുടെ മകനാണ്. ആളെ കൊല്ലുന്നതിന് മുമ്പ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് പറഞ്ഞ ഇത് അജീപ്പോൾ കൈ നിർത്തിട്ടല്ല. ഇമാം ഇബ്നു കത്തീർ അൽ ബിദായ വന്നിഹായ അദ്ദേഹത്തിന്റെ ബുക്കിൽ വ്യക്തമാക്കുന്ന ഉസ്മാന്റെ അടുക്കൽ
മുഹമ്മദ് ബിൻ അബൂബക്കർ പ്രവേശിച്ച് താടിക്ക് പിടിക്കുകയും നീ ഏത് മതത്തിലാണ് യാ നത്വൽ എന്ന് ചോദിച്ചു. തുടർന്ന് ആരോപണം പറഞ്ഞത് നീ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മാറ്റിമറിച്ചു എന്നാണ്. താരിഖ് അൽ മദീന ഇബ്നു ഷബ്ബ എഴുതിയിരിക്കുന്ന ഇബ്നു അസാക്കിർ താരിഖ് ദിമാഷ്കിലും എഴുതിയിരിക്കുന്നത് മുഹമ്മദ് ബിൻ അബൂബക്കർ ഉസ്മാനെ വലിച്ചിഴച്ചതായും അള്ളാഹുവിന്റെ ഗ്രന്ഥം മാറ്റിയതായി പറഞ്ഞതായും നിരവധി പരമ്പരകളിലൂടെ വിവരിക്കുന്നു. അപ്പോ ഖുറാൻ തിരുത്തപ്പെട്ടു, മുത്തുവാത്തിറാണ്, ഇജ്മ ഉണ്ടെന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അബൂബക്കറിന്റെ സ്വന്തം മകനാണ്. അബൂബക്കറിന്റെ സ്വന്തം മകനാണ് പറഞ്ഞത്. അതിനു വേണ്ടി എന്തിനാണ് ഉസ്മാനെ കൊന്നത്? ഉസ്മാനെ കൊന്നതിന്റെ കാരണം വേറൊന്നുമല്ല. ഉസ്മാനെ കൊന്നതിന്റെ കാരണം നെപ്പോട്ടിസം, അതായത് അദ്ദേഹത്തിന്റെ എല്ലാ കൗൺസിലുകളിലും അധികാര സ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും ഗോത്രക്കാരെയും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരെയും വിളിച്ചു ചേർത്തു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ ഈ ഇദ്ദേഹം മാത്രം വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ഉസ്മാനെ കൊല്ലാനുള്ള കാരണം ഈ നിപ്പോട്ടിസമാണ്. ഈ നിപ്പോട്ടിസം ഏറ്റവും അധികം കണ്ടത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ ഖുറാൻ കമ്പൈലേഷൻ കമ്മിറ്റിയിലാണ്. നിങ്ങൾ 6-ാം തമ്പുരാനിൽ കണ്ടിട്ടുണ്ടാവും, സുഭദ്രയും അപ്പനും ഞാനും എന്ന് പറഞ്ഞ മാതിരി ഉസ്മാനും ഉസ്മാന്റെ 3 മരുമക്കളും സയ്യിദ് ബിൻ താബിത്തുമാണ് ഈ ഖുറാൻ കമ്പൈലേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതായത് ഇതൊരു കുടുംബ അഫെയർ ആയിരുന്നു. ഈജിപ്തിലെ ഭരണാധികാരിയെ സ്ഥാപിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരുന്നു. കൂഫയിലോട്ട് ആളെ വിട്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരുന്നു. അപ്പോ ഈ പ്രശ്നമാണ് വാസ്തവത്തിൽ ഈജിപ്തിലുള്ള ആൾക്കാര് ഇയാളുടെ ഈ സ്ഥാൻ പോരുമ കണ്ട് മടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാക്കിയത്. ഉസ്മാനെ കൊല്ലാൻ പിടിക്കുമ്പോൾ ഈ മുഹമ്മദിൻ അബൂബക്കർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇവിടെ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചു. നോക്കി കഴിഞ്ഞപ്പോ അയാൾ അവിടെ നിൽക്കുവാണ്, ഇടികൊണ്ട് മുഖത്തൊക്കെ ചോര വാർന്ന് നിൽക്കുകയാണ്. ഈ ചോര വാർന്ന് നിൽക്കുന്ന ഇദ്ദേഹത്തെ താടിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. വലിച്ചു കൊണ്ടിട്ട് ചോദിക്കുകയാണ്, നീ ഇതുവരെ മരിച്ചില്ലേ? നീ വിശ്വാസിയാണോ? നീ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? ഈ ഗ്രന്ഥത്തെ, അതായത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മാറ്റി സ്ഥാപിച്ചു, അത് ബദലാക്കി. അപ്പൊ അതുകൊണ്ട് ഇത് മുത്തുവാത്തിറാണെന്ന് പറഞ്ഞാൽ പരിഹാസ്യമല്ലേ? അൺമാസ്കിംഗ് അനോമലി അല്ലേ? 1-ാം നൂറ്റാണ്ടിലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഖലീഫയായിരിക്കുന്ന അബൂബക്കറിന്റെ മകനാണ് പറഞ്ഞത് നീ ഈ ഗ്രന്ഥം തിരുത്തി. ഇബ്നു കത്തീർ പറയുന്നു, ഇബ്നു ഷബ്ബ പറയുന്നു, തബരി. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് തബരി ഒരു അച്ചായനാണെന്ന് പറയാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സകലമാന സാധനങ്ങൾ സത്യസന്ധമായിട്ട് ഒരു പരിധിവരെ പറയുന്ന തബരിയാണ്. ഇതിന് തെളിവുകൾ വേണമെങ്കിൽ നിങ്ങൾ അൺമാസ്കിംഗ് അനോമലിയോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു റിപ്ലൈ വീഡിയോ ആണല്ലോ. ഇദ്ദേഹം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് പിന്നെ ഇത് ഇപ്പൊ ഇജ്മയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണിക്കുന്നത് അബ്ദുള്ള ഇബൻ മസൂദ. ഈ വിഷയത്തിൽ ഈ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ തുടർമാനമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പേരാണ് അബ്ദുള്ള ഇബൻ മസൂദ്. അബ്ദുള്ള ഇബിന് മസൂദിന്റെ ഖുറാനേ ആയിരുന്നില്ല ഇന്ന് ഖുറാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ. കാരണം അബ്ദുള്ള ഇബിൻ മസൂദിന്റെ ഖുറാനിൽ 111 ആയത്തുകൾ ഉണ്ടായിരുന്നു, സൂറകളെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാനിൽ നിങ്ങൾ അറിയുന്നത് പോലെ അതിനകത്ത് 114 സൂറകളുണ്ട്. സുഹൃത്തെ, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാനിനേക്കാളും 18 ആയത്ത് കുറവാണ് അബ്ദുള്ള ഇബ്നു മസൂദിന്റെ. ഈ വിഷയങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ റിപ്ലൈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അബ്ദുള്ള ഇബ്നു മസൂദിന്റെ ഖുറാൻ എന്താണെന്നുള്ള വിഷയത്തിൽ നമ്മൾ ബാക്കവി ഉസ്താദോട് നടത്തുന്ന ചർച്ച കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. അബ്ദുള്ള ഇബ്നു മസൂദ് 2 സൂറകൾ ചുരണ്ടിക്കളയുമായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഇതിന്റെ എല്ലാം തെളിവ് സഹിതം ഇതിപ്പോ
ഞാൻ കുറച്ചു നേരം മുമ്പാണ് ഈ സാധനം കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാ തെളിവ് സഹിതം, ഇത് റിപ്ലൈ നമ്പർ 1 ആണ്, തെളിവ് സഹിതം ഓരോന്നായിട്ട് ഇവര് കൊണ്ടുവന്ന മൗഢ്യവാദങ്ങളെ പൊളിച്ചെടുക്കാനുള്ള ഉദ്യമം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പില്ലർ അല്ലെങ്കിൽ ആണി എന്ന് പറയുന്നത് ഖുറാനാണ്. ആ ഖുറാൻ എന്ന് പറയുന്നത് മുത്തുവാത്തിർ അല്ല, അതിനകത്ത് ഇജുമയില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബ്ദുള്ള ഇബ്നു മസൂദിന്റെ പ്രധാന വിയോജിപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് തന്റെ മുസഫ് ഒളിച്ചു വെക്കാൻ കൂഫ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ഇറാഖാണ്. ഇറാഖ് സിറിയയുടെ ഭാഗത്തിലത്. കൂഫക്കാരോട് ആവശ്യപ്പെട്ടു ഉസ്മാന്റെ ആളുകൾക്ക് തന്റെ ഖുറാൻ പകർപ്പ് കത്തിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആരെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ പുനരുദ്ധാന നാളിൽ അത് കൊണ്ടുവരേണ്ടി വരുമെന്ന ഖുറാൻ സൂക്തം ഉദ്ധരിച്ചാണ് അദ്ദേഹം തന്റെ പകർപ്പ് ഒളിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഇതാണ്, ഇതിനെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവുകൾ സഹിതം നമ്മൾ പവർ പോയിന്റ് ചെയ്താണ്. സെയ്ദ് ബിൻ താബിത്ത് ഒരു കുട്ടിയായിട്ട് കളിച്ചു നടക്കുന്ന കാലത്ത് താൻ പ്രവാചകനിൽ നിന്ന് 70-ലധികം സൂറ പഠിച്ചിട്ടുണ്ടെന്നും അങ്ങനെയുള്ള താൻ ഒരു കുട്ടിയായിരുന്ന സെയ്ദിന്റെ ക്രോഡീകരണത്തെ അംഗീകരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂഫയിലെ മിമ്പറിൽ പ്രസംഗിച്ചു. ഈ വിഷയം ഒബ്ജക്ഷനായിട്ട് രേഖപ്പെടുത്തിയ സെയ്ദ് ബിൻ താബിത്തിന്റെ അസ്ഥികൾ ഒടിയപ്പെട്ടു ഈ വിഷയം പറഞ്ഞതിന്റെ പേരിൽ. ഇജ്മയാണ് പോലും, ഇജ്മ ഇത് മുത്തുവാത്തിറാണ്. ആരാണ് മുത്തുവാത്തിർ? ആരെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ആരോടാണ് നിങ്ങൾ നുണ പറയുന്നത്? ഇത്രയും ദിവസം നിങ്ങൾ ഈ നുണ പറഞ്ഞു. സഹാബികൾ തമ്മിൽ ഏകാഭിപ്രായം അല്ല, സഹാബികളുടെ അടുത്ത തലമുറ അബൂബക്കറിന്റെ മകനുമായിട്ട് ഈ വിഷയത്തിൽ ഏകാഭിപ്രായമല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഖുറാൻ പഠിക്കണമെങ്കിൽ 4 പേരിൽ നിന്ന് പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അകത്ത് 2 പേര് സയ്യിദ് ബിൻ താബിത്തും ഉബൈ ബിൻ കാബും. സയ്യിദ് ബിൻ താബിത്തിന്റെ ഖുറാനിൽ 111 സൂറകളും ഉബൈ ബിൻ കാബിന്റേതിൽ 116 സൂറകളുമാണ്. ആരോടാണ് നിങ്ങൾ, എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? അൺമാസ്കിംഗ് അനോമലി എന്ന് പേരിട്ട് അൺമാസ്കിംഗ് അനിമൽ ആവരുത്. ഒരു മൃഗത്തിന് പോലും ഉണ്ടാവും ഇതിലും കൂടുതൽ ഒരു നാണം അല്ലെ? ഇങ്ങനെ തൊലിക്കെട്ടി കൊള്ളാം. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ നുണ പറയുന്നത്? അപ്പോ സയ്യിദ് ബിൻ താബിത്തിന്റെ ഖുറാനിൽ 114 സൂറകളാണ് ഉള്ളതെങ്കിൽ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം തന്നെ, ഇവര് തന്നെ ഈ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പേരാണ് അബ്ദുള്ള ഇബ്നു മസൂദ്. അബ്ദുള്ള ഇബ്നു മസൂദിന്റെ ഖുറാനിൽ എത്ര സൂറകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ജനങ്ങളെടുത്ത് പറയണം. നിങ്ങൾ എന്തിനാണ് നുണ പറയുന്നത്? ഉബൈ ബിൻ കാബിന്റെ ഖുറാനിൽ എത്ര സൂറകൾ ഉണ്ടെന്ന് പറയണം മിസ്റ്റർ. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഞാനപ്പോ അതുകൊണ്ട് അൺമാസ്കിംഗ് അനോമലി അഡ്രസ് ചെയ്യാണ്. നിങ്ങൾ പറയണം, നിങ്ങളുടെ ഈ ഇബ്നു മസൂദിന്റെയും ഉബൈ ബിൻ കാബിന്റെയും സൂറകളിൽ എത്ര ഖുറാനിൽ എത്ര സൂറകൾ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അതിന്റെ ഹദീസ് നമ്പർ 4999-ലും ഏകദേശം 5000-ലും ഈ വിഷയം, അതായത് സയ്യിദ് ബിൻ സാബിത്തുമായിട്ട് ഇബ്നു മസൂദിനുള്ള മുൻഗണന കൃത്യമായിട്ട് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇതേ കാര്യം വളരെ വ്യക്തമായിട്ട് ഫത്തൽ ബാരിയിലും അതുപോലെ കിതാബുൽ മസാഹിബിലും വളരെ വ്യക്തമായിട്ട് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇവർ തമ്മിലുള്ള പ്രശ്നവും പറയുന്നുണ്ട്. യാക്കൂബിയയുടെ സീറകളിൽ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ, അതായത് ഖുറാൻ കമ്പൈലേഷൻ വിഷയത്തിൽ ഇബ്നു മസൂദുമായുള്ള പ്രശ്നത്തിൽ ഉസ്മാന്റെ ആളുകൾ അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ എല്ലുകൾ ഒടിച്ചു എന്നുള്ളത്. അങ്ങനെ കിടന്നാണ് ഈ അബ്ദുള്ള ഇബ്നു മസൂദ് മരിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇജ്മ ഉണ്ടാക്കാം. അതായത് അധികാരത്തിന്റെ ഹുങ്കും വാളും പണവും പദവികളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇജ്മ ഉണ്ടാക്കാം. അത് ഇന്നും നടക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബൗദ്ധികമായിട്ട് ഏറ്റവും മുൻപന്തിയിലിരുന്ന ഒരു കൂട്ടരായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്താ പറയണ മുത്തസല്ലികൾ. ആ മുത്തസല്ലികളെ വെർച്വലി ഇല്ലാണ്ടാക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അധികാരം, വാള്, രാഷ്ട്രീയം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇജ്മ ഉണ്ടാക്കാം. ഇബ്നു അബീ ദാവൂദ് കിതാബുൽ മസാഹിബിന്റെ ഈ നടപടി വിമർശിച്ചുകൊണ്ട് കൂഫയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം പറയുന്നുണ്ട്.
തന്റെ മുസഫ് കത്തിക്കാൻ കൊടുക്കാതെ സംരക്ഷിക്കാൻ അനുയായികളോട് ആഹ്വാനം ചെയ്ത് അള്ളാഹു നിങ്ങളെ മറച്ചു പിടിക്കും, നിങ്ങൾ ഈ ഗ്രന്ഥം മറച്ചു പിടിക്കും. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥം എഴുതി കിട്ടിയ താൻ പുറത്തും ഇന്നലെ വന്ന പിള്ളേർ, നമ്മുടെ സാധാരണ പറയുന്ന പോലെ ഈ അജന്തയിലെ ആദ്യ ഭാവം കണ്ടു നടന്ന സമയത്ത് ആ സീൻ വിട്ടതാ ഞാനെന്ന് മമ്മൂട്ടി പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഇതുപോലെ ഇവര് പാവകളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മുടി വെണ്ണിക്കൊണ്ട് കിടന്ന സമയത്ത് ഞാൻ പ്രവാചകനിൽ നിന്ന് കേട്ടത്, അത് അവിടെ നടത്തിയ ആ കാര്യങ്ങളെല്ലാം കണ്ട് എന്താണ് ഓരോ ആയത്തിറങ്ങിയതിന്റെ സാഹചര്യം എന്നറിയാവുന്ന ഞാൻ പുറത്തും ഇവരകത്തും എന്നാണ് പറയുന്നത്. ഇവിടെ എവിടെയാണ് ഇവർക്ക് ഇനി ഇത് കഴിഞ്ഞു 200 വർഷങ്ങളോളം, ചുരുങ്ങിയത് 200 വർഷങ്ങളോളം ഈ സൈദ് ബിൻ താബിത്തിന്റെ ഖുറാൻ പിന്നെ അവര് ഉപയോഗിച്ചിരുന്നുവെന്നും പ്രാർത്ഥനകൾക്കും മറ്റും ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇന്ന് ആധുനിക സ്റ്റഡികൾ പുറത്തുകൊണ്ടുവരുന്നത്. ചുരുങ്ങിയത് 200 വർഷം. ഇതുപോലെ തന്നെയാണ് ഇബിൻ കാബ്. പക്ഷെ പേടിച്ചു പോയി. അദ്ദേഹം തന്റെ ഒബ്ജക്ഷൻ കുറെയൊക്കെ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ കൂഫയിലുള്ള ആളുകൾ 200 വർഷത്തോളം അത് ചെയ്തു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ 47 പേരെ കൊന്നുകൊണ്ടാണ് ഇജ്മ സംരക്ഷിക്കാൻ നോക്കിയത്. നോൺ ഉത്തമാനി ഖുറാൻ പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ആളുകളെ 47 പേരെ കൊന്നുകൊണ്ടാണ്, ട്രാൻസ്ലേഷനും അല്ല, ഉണ്ടാക്കാൻ ശ്രമിച്ച 47 പേരെ കൊന്നുകൊണ്ടാണ് ഇജ്മ മുത്തവാത്തിറായിട്ടുള്ള ഈ സാധനം ചെയ്തത്. മനസ്സിലായോ? സ്വയം മുസ്ലിമിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉസ്മാന്റെ പകർപ്പിൽ പല സൂക്തങ്ങളും വിട്ടുപോയിട്ടുണ്ടെന്ന് ഉബൈ ബിൻ കാബ് മറ്റു പല സഹാബികളും പറയുന്നു. കിതാബുൽ മസാഹിബിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇത് രണ്ടും കൂടെ കൂടി നിങ്ങൾ ക്ലബ് ചെയ്ത് നോക്കിയാൽ അവിടെ ഇസ്ലാമിന്റെ ഈ മുത്തവാത്തിർ എന്ന വാദം, ഇനി ഈ ഇന്നത്തെ നിങ്ങളുടെ വർഷ ഖുറാന്റെ നിങ്ങൾ ലൈനിലോട്ട് നോക്കിക്കഴിയുമ്പോൾ അവിടെ കാണുന്ന 2 പേരുകൾ, ഒന്ന് ഉമറും വേറൊന്ന് ഉബൈ ബിൻ കാബും. അപ്പോ നിങ്ങളുടെ ഖുറാന്റെ ഇന്നത്തെ ലിങ്കിൽ ലൈനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ കൺസെൻസസ് ഇല്ല. ഞങ്ങളുടെ വാദം രാഷ്ട്രീയപരമായ ഇടപെടൽ, സ്വന്തം ആളുകളെ വെച്ചുള്ള ഖുറാൻ കമ്പൈലേഷൻ കമ്മിറ്റി, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യത്തെ കാണുന്നത്. അതല്ലാതെ മുകളിൽ നിന്ന് ഇറക്കി തന്ന ഒരു ഗ്രന്ഥമല്ല ഇത്. ഇറ്റ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് പ്രിസർവേഷൻ. ഇത് നിങ്ങൾ ആ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ മണ്ടത്തരങ്ങളും നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ തൽക്കാലം ഈ വിഷയം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു മേ ബി 5 or 6 വീഡിയോസിലെ നമുക്ക് ഇവരുടെ മണ്ടത്തരങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഹദീസിലോട്ട് തിരിയണമെന്ന് വിചാരിച്ചാണ്. ഏതായാലും നമ്മൾ വൈകിയാണെങ്കിൽ വസന്തം വന്ന സ്ഥിതിക്ക് നമ്മളിതിനെ ഇവരുടെ ആരോപണങ്ങളെ മുഴുവനായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചർച്ച ഇവിടെ തുടരും. അപ്പോൾ നമ്മളിപ്പോ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് വലിയ താമസമില്ലാണ്ട് തന്നെ അടുത്ത ഇതിന്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ യൂട്യൂബ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഓക്കെ.